കൊള്ളാലോ. ഇതൊക്കെ രണ്ടും ഒരേപോലെ. പാവാട മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ ചെറുതായിട്ട്. പക്ഷെ നല്ല രസം. അതെ അതെ അതെ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഏത് പാട്ടാ? അല്ല ഇത് ഏത് പാട്ടാന്ന് ചോദിച്ചോ പറഞ്ഞു കേട്ടില്ലേ? അതെ, ഒരേപോലെ. അതായത് ഒരു ടൈമിങ് പോലും ഇല്ലാതെ മേലെ വിണ്ണിൻ മുറ്റത്താരെ. ഒന്നും കൂടെ ചോദിച്ചു നോക്കാം. ഏത് പാട്ടാ നമ്മളെ പാടുന്നേ? കുറച്ച് ക്ലാസ് ഒന്നുകൂടെ പറഞ്ഞു നോക്കി. ഏത് പാട്ടാ? എന്തോ ഓണാക്കുന്ന പോലെ. എന്തായാലും ഈ പാട്ട് കലക്കും. അതെ, കാരണം സംസാരിക്കുമ്പോ തന്നെ നല്ല ചേർച്ച. നല്ല പാട്ടാട്ടോ, എല്ലാവരുടെ ഫേവറേറ്റ് പാട്ടാണിത്. എഴുപുന്നത്തരകൻ അല്ലേ സിനിമ? വിദ്യാജിയുടെ. അതെ, ഓർക്കസ്ട്രേഷനും കേൾക്കാൻ. വിദ്യാസാഗർ. പിന്നെ ആരാ എഴുതിയതാരാ? ഗിരീഷ് പുത്തഞ്ചേരി. എല്ലാം ഒരുപോലെ. എല്ലാം ഒരുപോലെ. പാടിയതാരാണ്? ആണോ? പിന്നെ 1999. അപ്പൊ മക്കളെ തോപ്പം പാടണം, വിട്ടുകൊടുക്കരുത്. ഓക്കെ, തുടങ്ങിയാലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എല്ലാം ഒരുപോലെ. അതൊക്കെ ഒരുപോലെ. ആടിപ്പാടും മേടക്കാറ്റോരാവോ ഓട്ടുരുളിക്കുമ്പിൽ കുത്തി കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ മിന്നാമിന്നി പൂവായി കോർത്തതാരോ ചിറ്റം ചീലം പോലെയോമായി ചുറ്റി വരും പേലിത്തന്നെ സന്ധ്യാനാമം ചൊല്ലി കേൾക്കും നേരം മേലെ വിണ്ണിൻ മുറ്റത്താരെ വെള്ളിത്തിങ്കൾ ദീപം വെച്ചു ആടിപ്പാടും മേടക്കാറ്റോരാവോ ചൂടി കോടി മഞ്ഞിൻ ചേല ചുറ്റി ആരെയോ സ്വപ്നം കണ്ടു ഞാൻ പൊന്നാമ്പൽ കൈകൾ തൊട്ടു ലോലാക്കിൻ താളം കേട്ടു പൊൻപൂവിൻ നാണം കണ്ടു തീരാ പൂന്തേനും ഉണ്ടു ലോലമാം പൂവയിൽ പീലികൾ കണ്ടു ഞാൻ മേലെ വിണ്ണിൻ മുറ്റത്താരെ വെള്ളിത്തിങ്കൾ ആടിപ്പാടും മേടക്കാറ്റു
ഇശൽ പ്ലസ് നീഹാര സമം മേലെ വിണ്ണിൻ മുറ്റത്താര്. നിങ്ങൾ രണ്ടുപേരും കൂടെ പാടി നല്ല രസമായിരുന്നു കാണാൻ. ഡാൻസേഴ്സും വിളക്കും രണ്ടുപേരും കൂടെ പാടിയത് നല്ല രസമുണ്ടായിരുന്നു. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് കാരണം അനുപല്ലവിയില് നീഹാരയാണ് തുടങ്ങിയത് 10 വർണ്ണ തിരിയിട്ട്. അതിനകത്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇശല് പാടിയതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇശലിന് ഏറ്റവും കൂടുതൽ പോയത് പൊൻപൂവിൻ നാണം കണ്ടു. അതൊന്ന് പാടിക്കാന്ന്. പൊൻപൂവിൻ നാണം കണ്ടു തീരാപ്പൂന്തേനും ഉണ്ടോ ലോലമാം പൂവയിൽ പീലികൾ അവിടെ ആ സംഗതികളൊക്കെ ലോലമാം പൂവയിൽ പീലികൾ കണ്ടു ഞാൻ. അതെ. അപ്പൊ അത് ആ ഒരു പോർഷനാണ് മോക്ക് വന്നത്. പിന്നെ ആട്ടുതൊട്ടില്ലെന്ന് പാടിക്കും. ആട്ടുതൊട്ടിൽ പാട്ടും പാടി അല്ലി മലരും ഇല്ലി മല്ലറല്ല അല്ലി. പാടി അല്ലി ആ മലരും വാ തുറന്ന് പാടൂ. പാടി അല്ലി മലരും ഞാലാടി ആ പൂവാകത്തോപ്പിൽ നിൽപ്പു ഞാൻ. പൂവാകത്തോപ്പിൽ നിൽപ്പു ഞാൻ. സൂപ്പർ. യെസ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. രണ്ടുപേരും നന്നായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഇതിൻ്റെ സംഗീതം അതുപോലെ തന്നെ എൻ്റെ ഓർക്കസ്ട്രേഷൻ, ചേച്ചി പാടിയേക്കണത് എല്ലാം വളരെ വളരെ മനോഹരമാണ്. ഇപ്പോൾ രണ്ടുപേരും പാടിയതിലും ചില ഭാഗങ്ങളൊക്കെ അസലായിട്ട് പാടി രണ്ടുപേരും കേട്ടോ. നല്ല നല്ല ഭാഗങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ശ്രീകുട്ടനങ്ങൾ സൂചിപ്പിച്ച ഭാഗങ്ങളൊക്കെയാണ് 10 വർണ്ണ തിരിയിട്ട്, പിന്നെ ചൊല്ലി ഞാൻ എന്ന് പാടുന്നതിന് സംഗതി, പിന്നെ പൊൻപൂവിൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ പാടിയ ഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാലോ. ഇതൊക്കെ തന്നെയാണ്. പക്ഷേ രണ്ടുപേരുടെയും വോയിസ് സൂപ്പറായിട്ടുണ്ട്. ഈ പാട്ടിന് നല്ല മാച്ചിങ്. നീഹാരയുടെ നല്ല പ്രൊഫഷണൽ സിംഗറിന്റെ ശബ്ദമായി. ഫിലിമിലൊക്കെ പാടിക്കഴിഞ്ഞാൽ ഡ്യൂറ്റൊക്കെ പാടാവുന്ന ഒരു ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയും നന്നാവും. ഇനിയും കുറച്ചും കൂടി മെച്ചുവേർഡ് ആവും. ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും മോളുടെ ഇഷലിന്റെ അതുപോലെ തന്നെ കുട്ടി ശബ്ദമാണെങ്കിലും കേൾക്കാൻ നല്ല സുഖമുണ്ട്. അത് നന്നാവും കേട്ടാ. ഓക്കെ. അപ്പം ചക്കരെ രണ്ടുപേരും ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫീൽ ഗുഡ് സോങ് ആയിരുന്നു. നല്ല രസമായിരുന്നു ഈ പാട്ട്. ഇത് രസമായിട്ട് വിദ്യാജി, ചിത്ര ചേച്ചി, ഇതിന്റെ ഓരോ ലൈൻസും നമുക്ക് ഭയങ്കരമായിട്ട് ബ്രെത്ത് കൺട്രോൾ വേണം. അതുകൊണ്ട് തന്നെ പേടിച്ച് പലരും ഇത് എടുക്കാത്തത്. ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെ തന്നെ പഠിച്ച് നല്ല മിടുക്കരായിട്ട് പാടുക കേട്ടോ. ഇശൽ, we are giving you 97 out of 100. And for Nihara, it is 98 out of 100. Thank you, sir. ആടി ഒരു 7 പൂക്കുറ്റി. Thank you, sir.